ഇനി നമ്മൾ കാവത്തും കൊണ്ട് റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കാവത്ത് ആദ്യം നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി നേരെയാക്കണം. അപ്പോൾ നമുക്ക് തൊലി ചെത്തി കഴിഞ്ഞാൽ നമ്മൾ വേഗം അത് വെള്ളത്തിലെടുത്തിടണം അപ്പം തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കാത്തതുകൊണ്ട് കുറച്ച് കറുപ്പ് വന്നു. പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷം കുറച്ചത് പോയി. പിന്നെ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടിയുള്ള കേട്ടോ. എന്നിട്ട് അത് നമ്മൾ നല്ല വെള്ളമില്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഒതുക്കിയെടുക്കണം, വല്ലാണ്ട് അരഞ്ഞു പോകരുത്. പുഴുക്കിനായിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ ഈ കാവത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇഡലി ചെമ്പിൽ. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒതുക്കി എടുക്കണം അതൊന്ന് മിക്സിയിൽ. അപ്പോൾ നമ്മൾ കൂട്ടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ നമ്മളിത് ഉപ്പും പിന്നെ അരപ്പും കൂടി ഈ വേവിച്ചതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും, കളറായിരിക്കും കാണാൻ. പിന്നെ നമ്മൾ ഈ വറുത്തിടാനുള്ളതാണ്. അത് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി ഇട്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമുക്ക് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.